ADS വരുന്നടി. കലവില ബഹളം കേട്ട് പേടിക്കണ്ട നാട്ടാരെ, കുടുംബശ്രീ പെണ്ണോള ജിൽ ജിൽ ഗീതമ്മ. ആരടി എന്റെ കുറ്റം പറയുന്നേ? ചെല്ലട്ടെ, എല്ലാത്തിനും ശരിയാക്കി തരാം. പൊതുവെ പെണ്ണുങ്ങൾ വാശിക്കാരാ, കുടുംബശ്രീ പെണ്ണുങ്ങൾ ദേഷ്യക്കാരാ. നാട്ടാരുടെ മുൻപിലോ പരദൂഷണക്കാരാ, ജീവിക്കാൻ പാടുപേടും പെണ്ണുങ്ങളാ. കൂലി കിട്ടും ഉറപ്പൊന്നുമില്ലേലും തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ഞങ്ങൾ. നല്ലൊരു അയൽക്കൂട്ടം കുടുംബശ്രീയാ, പേര് മോശമാക്കാൻ ഒരു ജിൽ ജിൽ ഗീതമ്മ. പറഞ്ഞങ്ങു തിരിഞ്ഞാൽ ഉടനെ കുറ്റം ചൊല്ലും, ഇടയിടനാക്കിയൊരു ഒതുക്കമില്ല. വെറുതെ അല്ലടി നിന്റെ കെട്ടിയോൻ ഇട്ടേച്ചു പോയേ. ആടി ഞാനങ്ങ് സഹിച്ചടി. ദണ്ണമൊത്തിരി ഉണ്ടെനിക്ക്, ആൺതുണയില്ലാത്ത അമ്മ ഞാൻ. ബുദ്ധിയില്ലാത്ത പെൺകുഞ്ഞിനെ പോറ്റുന്ന സങ്കടമാരറിയാൻ. ബുദ്ധിയില്ലാത്ത കുഞ്ഞെന്നറിഞ്ഞ നാൾ അറിയാനെന്നെ ഇട്ടേച്ചു പോയി. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞല്ലോ, അതിനെ പോറ്റാൻ ഞാൻ പണിക്കിറങ്ങി. കുടുംബശ്രീ എനിക്ക് തുണയായത്, അന്നം നൽകിയ പുണ്യമായത്. അതൊക്കെ ഇരിക്കട്ടെ, സരളയുടെ കെട്ടിയോൻ ഇപ്പൊ വരാറുണ്ടോടി? ഓ ചേച്ചിയുടെ ഒരു നാവേ. രാവിലെ തൊഴിലുറപ്പ് പണിക്ക് പോണം, വയ്യാത്ത കുഞ്ഞിനെ വെച്ചെന്ത് ചെയ്യാൻ. മുറിക്കകത്താക്കി ഞാൻ കഥകടയ്ക്കും, വേദനയോടെ പടിയിറങ്ങും. ഉച്ചയ്ക്കൊരു പരദൂഷണ തിരി തെളിക്കും, വെക്കത്തിൽ വീട്ടിലേക്ക് പോയി നോക്കും. കുഞ്ഞിന് ഭക്ഷണം വാരിക്കൊടുത്ത് പെട്ടെന്ന് തിരികെ പണിക്കിറങ്ങും. ഒരു നാൾ രാവിലെ പണിക്കിറങ്ങി, നേരം ഒരുപാടായതില്ല. ആരെല്ലാമോ വിളിച്ചു കൂവിടുന്നു, ഇതടെ വീടിനു തീ പിടിച്ചേ. പാതി വീണും ഓടിയും കിതച്ചും പാഞ്ഞു ഞാൻ എന്റെ വീട്ടിലെത്തി. കത്തിക്കരിഞ്ഞ വീടിനോടെ ഞാൻ എത്തി നോക്കി. പൊന്നുമോൾ നീട്ടിയ കൈയുമായി കത്തിക്കരിഞ്ഞു മരിച്ചിരിപ്പു. ചതിച്ചുവോ ദൈവങ്ങളെ, ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? ഒന്നിങ്ങു നോക്കുമോ അമ്മയെ നീ, എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ. എല്ലാരെയും കുറ്റം പറഞ്ഞൊരി നാവിത് ദൈവം നൽകിയ ശിക്ഷയാണോ? ഇനി എന്ത് ജീവിതം ദൈവമേ, ഇനി എന്ത് പണിയും തൊഴിലുറപ്പും. കുടുംബത്തിൻ ശ്രീയോ